പല ആളുകളും നമ്മുടെ അടുത്ത് പറയുന്ന കാര്യം എന്ന് പറയുന്നത് അവർ ലോ എനർജി സ്റ്റേറ്റിലാണ്, അവർക്ക് വിഷമമാണ്, അവർക്ക് ദുഃഖമാണ്, അവർക്ക് പ്രശ്നങ്ങളാണ്, അവരുടെ ലൈഫ് ദിവസം കഴിയുന്തോറും പ്രശ്നത്തിലേക്ക് പോകുന്നു, മാനിഫെസ്റ്റേഷനിലേക്ക് വന്നിട്ടൊന്നും അവരുടെ ലൈഫ് പവർഫുൾ ആവുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ലൈഫ് അവരാഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും നേടാൻ പറ്റുന്നില്ല എന്ന പരാതി പറയാറുണ്ട്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഇതിനൊരു ചേഞ്ച് കൊണ്ടുവന്ന നമുക്ക് ഈസി ആയിട്ട് മാനിഫെസ്റ്റേഷനിലേക്കൊക്കെ പോകാമെന്നുള്ളതാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ഫ്രീ ആയ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ഫ്രീ ലൈവ് ക്ലാസ്സസ് ഒക്കെ ലഭിക്കുന്നതായിരിക്കും. അതുകൂടാതെ നിങ്ങൾക്ക് നമ്മളുടെ പെയ്ഡ് ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാനും അവിടെ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾക്ക് നമ്മുടെ പെയ്ഡ് ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യുക. അവിടെ നമ്മൾ കൃത്യമായി പൂർണ്ണമായി എങ്ങനെ നമുക്കൊരു അലൈൻമെൻറ്റിലൊക്കെ ആയി, അല്ലെങ്കിൽ നമുക്ക് ഫുൾ ടൈം ഹാപ്പി ആയി, അല്ലെങ്കിൽ നമുക്ക് മാനിഫെസ്റ്റേഷൻസ് ഫാസ്റ്റായിട്ട് നേടിയെടുക്കാം എന്ന ഹീലിങ്സ് ഒക്കെ നടത്തി പഠിപ്പിക്കുന്ന ക്ലാസ്സാണ്. അപ്പം അതിലേക്ക് ജോയിൻ ചെയ്യാനും അവിടെ ഡീറ്റെയിൽസ് ആ വാട്സപ്പ് ഗ്രൂപ്പിലായിരിക്കും. കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്തിരിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക. ആ ഗ്രൂപ്പിലായിരിക്കും അതിൻ്റെ ഡീറ്റെയിൽസ് പെയ്ഡ് ക്ലാസ്സിൻ്റെയൊക്കെ ബാച്ച് ആയിട്ട് വരുന്ന സമയത്ത് ഡീറ്റെയിൽസ് അറിയിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. എങ്ങനെ നമുക്ക് ആ ഒരു ചേഞ്ചിലേക്ക് കൊണ്ടുവരാം? നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇറ്റ്സ് നോർമൽ അല്ലേ. നമ്മൾ ആദ്യം ആക്സെപ്റ്റൻസ് ചെയ്യുക. നമ്മൾ എത്രത്തോളം റെസിസ്റ്റ് ചെയ്യുന്നു, നമ്മളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനെ നമ്മൾ എത്രത്തോളം റെസിസ്റ്റ് ചെയ്യുന്നു, എത്രത്തോളം നിങ്ങളതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല, അതനുസരിച്ച് നിങ്ങളുടെ ലൈഫ് നമുക്ക് അൺകൺട്രോളബിളി എത്ര പോസിറ്റീവിലേക്ക് പോയിട്ടൊന്നും നമുക്ക് അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമ്മൾ റെസിസ്റ്റൻസ് ആയിരിക്കും. കാരണം ലോ എനർജി വൈബ്രേഷൻ ഇരിക്കുന്ന ഒരാളെ പിടിച്ചു കെട്ടി ഒരു ഹൈ എനർജി വൈബ്രേഷൻ കൊണ്ടുപോകാൻ പറ്റില്ല. അവിടെ റെസിസ്റ്റൻസ് ഉണ്ടാവും, അവിടെ എറേഴ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതിനെ എങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് വെച്ചാൽ നമ്മൾ ഒരു നമ്മൾ സെൽഫ് ലവ് ചെയ്യുക. അതിനുള്ള ഡീപ്പസ്റ്റ് പ്രോസസ്സ് നമ്മുടെ ബേഡ് ക്ലാസ്സിൽ ചെയ്യുന്നുണ്ട്. അല്ലാതെ നിങ്ങൾക്ക് പറയാൻ പറ്റിയ, അല്ലെങ്കിൽ അല്ലാതെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സെൽഫ് ലവ് ചെയ്യുക. സെൽഫ് ലവ് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക, നമ്മളെ തന്നെ നമ്മൾ കൃത്യമായിട്ട് ആക്സെപ്റ്റ് ചെയ്യുക. അത്തരത്തിൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകും. ആ സിറ്റുവേഷൻ നോർമലാണ്, അതിനെ റെസിസ്റ്റ് ചെയ്യാൻ നിൽക്കാതിരിക്കുക. എന്നിട്ട് നിങ്ങൾ പോസിറ്റീവ് ചിന്തിക്കും. ആ സിറ്റുവേഷനെ നമ്മൾ റെസിസ്റ്റ് ചെയ്യാതെ നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക. ആ സിറ്റുവേഷന് നമ്മൾ പ്രശ്നമാണെന്ന് പറയാതെ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. മാക്സിമം നമുക്ക് അങ്ങനെ ചെയ്യുക. അല്ലാതെ എൻ്റെ ലൈഫ് പ്രശ്നത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, അതിൻ്റെ കൂട്ടത്തിൽ പെട്ടെന്ന് പോസിറ്റീവ് ഇല്ല. ജസ്റ്റ് ബി കാം, ജസ്റ്റ് ബി കൂൾ. ഒന്ന് സമാധാനത്തിലാവുക, ഒന്ന് പറ്റുമെങ്കിൽ ഒന്ന് മൈൻഡ്ഫുൾ ആവുക, ഈ നിമിഷത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ മാനിഫെസ്റ്റേഷന് പിറകെ പോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ മാനിഫെസ്റ്റേഷൻ നടക്കും. അല്ലാതെ എടുത്തു ചാടി നെഗറ്റിവിറ്റിയിൽ നിന്ന് എപ്പോഴും നമ്മൾ അത് എന്തും അങ്ങനെയാണല്ലോ. നമുക്ക് ഇപ്പോൾ ഒരു കല്ല് പൊട്ടിയാൽ കുറേ പൊട്ടിച്ചതിന് ശേഷമല്ലേ പൊട്ടുമല്ലേ കല്ല്. അതേ കണക്ക് തന്നെയാണ്. നമുക്ക് നെഗറ്റിവിറ്റിയിൽ നിന്ന് നമുക്ക് ഒരിക്കലും പോസിറ്റിവിറ്റിയിലേക്ക് ഒറ്റ സ്ട്രെച്ച് കയറാൻ പറ്റില്ല. നമുക്ക് ആ നെഗറ്റിവിറ്റിയിൽ നിന്ന് പോസിറ്റീവിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ അതിനെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം, ഒന്ന് സമാധാനത്തിൽ കൊണ്ടുവരിക. ആ സമാധാനത്തിൽ നിന്നായിരിക്കണം നമുക്ക് മാനിഫെസ്റ്റേഷൻ നടക്കുക. അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞു. നമ്മുടെ ഫ്രീ ക്ലാസ് പെയ്ഡ് ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ ഡീറ്റെയിൽസ് നമ്മുടെ അല്ലെങ്കിൽ ആ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ട്. പുതിയൊരു ക്ലാസ്സിൽ കാണാം. ബൈ.